എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2080 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ലോക നഴ്സസ് ദിനമാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം പ്രമാണിച്ചാണ് കഴിഞ്ഞ 60 വർഷത്തിന് മുകളിലായിട്ട് ഈ നഴ്സസ് ദിനം ആചരിക്കുന്നുണ്ട്. അപ്പോൾ ആയുർവേദ ശാസ്ത്രപ്രകാരം പാദചതുഷ്ടയം എന്ന് പറയും. അതായത് രോഗി, പരിചാരകൻ, വൈദ്യൻ, മരുന്ന്, 4 ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ ഒരു രോഗചികിത്സ പൂർത്തിയാവൂ എന്നുള്ളതാണ് അഷ്ടാംഗഹൃദയം പറയുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് IFPHന്റെ നട്ടലായ ധനേഷ് ഡോക്ടർ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ഹോമിയോപ്പതി സ്നേഹികളെ, വിദ്യാർത്ഥികളെ, ഹോമിയോപ്പതി ഡോക്ടർമാരെ, IFPH ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു വൻ ആഘോഷ പരിപാടിയാണ് നമ്മളുടെ ഈ നേഴ്സസ് ദിനാഘോഷം. നമുക്കെല്ലാവർക്കും അറിയാം, സമൂഹത്തിൽ ഒത്തിരി സാങ്കേതിക കാരണങ്ങളാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് മേഖല. ജീവിത തിരക്കിനിടയിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കാരണം ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലാണ് നഴ്സിംഗ് വിഭാഗം. അവരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അന്താരാഷ്ട്ര നഴ്സ് ദിനത്തിൽ നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. IFPH വിവിധ പരിപാടികൾ ഇതുപോലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് ഈ നഴ്സസ് ദിനം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ നേഴ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയുടെ ഒരു ഓർമ്മ ദിനം കൂടിയായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. കാരണം അമ്മ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഈ ഒരു നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുകയായിരുന്നു. പണ്ട് കാലത്തെ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ വെളുപ്പിന് ഒരു 4-5 മണിയാകുമ്പോൾ തുടങ്ങും അവരുടെ പണി. വീട്ടുപരിപാടിയുടെ ഇടയിലും പ്രസവം എടുക്കാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പോവുകയും, അതുപോലെ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി 7-7:30 വരെ വരും. അതുപോലുള്ള കഷ്ടപ്പാടും അതുപോലുള്ള സേവനങ്ങളുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്ര മണിക്കൂർ ജോലി എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല, കാരണം അതുപോലുള്ള തിരക്കുകളാണ്. ഇന്നിപ്പം അത് ഏകദേശം കുറേയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അവരുടെ ജോലി സമയമൊക്കെ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത ദൈർഘ്യം കൂടുന്നുണ്ട്. എൻ്റെ അമ്മയൊക്കെ ഒരു 66 വയസ്സിൽ തന്നെ മരണപ്പെട്ടു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജീവിത തിരക്കുകൾ തന്നെയായിരുന്നു. വിശ്രമം എന്ന് പറയുന്ന ഒരു കാര്യം പോലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ 5 മക്കളുണ്ടായി. മക്കളെ പോലും നേരെ ചൊവ്വേ നോക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നഴ്സുമാർക്ക് പറ്റാറില്ല. അവരുടെ ഒരു പ്രധാനപ്പെട്ട മേഖല അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ന് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാവുന്നിരിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം കേരള കൗമുദിയുടെ റെസിഡന്റ് എഡിറ്ററും ബ്യൂറോ ചീഫുമായിട്ട് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പരിപാടി മുഖ്യ പ്രഭാഷണം നടത്താമെന്നിരിക്കുന്നത് ഡോക്ടർ കല അശോക് രാജാണ്. കല അശോക് രാജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസം തന്നെയാണ്. സെക്രട്ടറി, ഇന്റർനാഷണൽ കോർഡിനേറ്റർ, ഫെക്കാന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ ഓഫ് ഫസ്റ്റ് ക്ലിനിക് അർജന്റ് കെയർ സിസ്റ്റം അഡിക്ഷൻ മാനേജ്മെന്റ് ആണ്. അതുപോലെ നല്ലൊരു നർത്തകിയാണ്. അതുകൊണ്ട് തന്നെ കല രഞ്ജിനി എന്ന ഒരു സ്കൂൾ ഓഫ് നേഴ്സിംഗ് നടത്തുന്നു. ഇങ്ങനെ എന്തുകൊണ്ടും പ്രഗത്ഭയായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഇന്നത്തെ പ്രഭാഷണം നടത്താനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. അതുപോലെ ആശംസകൾ പറയാനായിട്ട് എത്തുന്നത് ഡോക്ടർ നാരായണ പണ്ടാല സർ, അസിസ്റ്റന്റ് പ്രൊഫസറായി ലോ കോളേജ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ മനു വർഗീസ്, ജില്ലാ പ്രസിഡന്റ് KGHMO, മെഡിക്കൽ ഓഫീസർ GHC പരവൂർ. അതുപോലെ ശ്രീ ജയകൃഷ്ണൻ നേഴ്സ് ആണ്, ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രി കിഴക്കോട്ടയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പരിപാടിക്ക് നന്ദി പറയുന്നത് ഡോക്ടർ ഹേമ ശേഖറാണ്. പിന്നെ നമ്മുടെ മോഡറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന മനോജ് ഡോക്ടറെ എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം ഇതുപോലുള്ള സ്പെഷ്യൽ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നതിലും
ഓരോ ദിവസത്തെ പരിപാടി ഇങ്ങനെയുള്ള സ്പെഷ്യൽ ദിനങ്ങൾ കണ്ടുപിടിക്കുന്നതിലും പ്രഗത്ഭനായും, അതുപോലെ തന്നെ ഉരുളക്കുപ്പേര് പോലെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടറുടെ ഒരു രീതി. അതുകൊണ്ട് ഇന്നത്തെ മോഡറേഷൻ അതിഗംഭീരം, തുടക്കം തന്നെ ഗംഭീരമൊക്കെയാണ് തുടങ്ങിയത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഹോമിയോപ്പതി ഈ നമ്മുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും, അതുപോലെ നമ്മുടെ ഡോക്ടർമാരെയും, പിന്നെ ഹോമിയോപ്പതി സ്നേഹികളെയും, അതുപോലെ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി സനേഷ് ഡോക്ടറെ. ഇനി ഉദ്ഘാടനമാണ്. ഉദ്ഘാടന ചടങ്ങിലേക്കായിട്ട് കേരള കൗമുദിയുടെ പ്രസിഡന്റ് കൊല്ലം ബ്യൂറോ ചീഫും കൂടെയായ ശ്രീ രാധാകൃഷ്ണൻ സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തു. സാർ പ്ലീസ്. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈ വെബിനാറിൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ ധനേഷ്, കേൾക്കാവോ? കേൾക്കാം സാർ. ക്യാമറ അല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കൊള്ളാം. ആണോ? മുഖം നേരെ കാണാൻ മുകളിൽ ഒരല്പം കൂടെ. ഓക്കെ ശരി. അതേപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ കലാശോ രാജ്, ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള ഡോക്ടർ നാരായണ പണ്ടാല സാർ, ഡോക്ടർ മനു വർഗീസ്, ശ്രീ ജയകൃഷ്ണൻ സാർ, അതുപോലെ നന്ദി അറിയിക്കുന്ന ഡോക്ടർ ഹേമശേഖർ, മോഡറേറ്റർ ഡോക്ടർ GS മനോജ്, അതുപോലെ IFPHന്റെ പ്രവർത്തകരും ഭാരവാഹികളും അഭ്യുദയകാംക്ഷികളും ഒക്കെ പങ്കെടുക്കുന്ന ഈ വെബിനാറിലേക്ക് പങ്കെടുക്കുന്ന ഈ വെബിനാറിൽ എനിക്ക് ഇങ്ങനെ ഒരു ചുമതല തന്നതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. കാര്യം എനിക്കതിൽ ആരെയും പരിചയമൊന്നുമില്ല. മനോജ് ഡോക്ടറാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാനിതിനെ കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും ഈ ഹോമിയോപ്പതിയുടെ വൈശിഷ്ട്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയിലൂടെയുള്ള പ്രതിവിധികൾ എല്ലാവർക്കുമായി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്നറിയാൻ കഴിഞ്ഞു. ഞാനൊരു പത്രപ്രവർത്തകനാണ്. 41 വർഷമായിട്ട് കേരളമതിയിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഈ ഹോമിയോപ്പതിയായിട്ടൊക്കെ ഒരു വളരെയധികം ബന്ധമുണ്ട്. കാര്യം എൻ്റെ ഒരു സഹോദരി ഹോമിയോ ഡോക്ടറാണ്, അറിയാം, ശ്രീകുമാരി സെൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഹോമിയോപ്പതിക്കാണ്. കാര്യം ഈ ഹോമിയോപ്പതി ഡേ കഴിഞ്ഞ വർഷം ഞാൻ കേരളമതി കൊല്ലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി ഡേ ആഘോഷിച്ചിരുന്നു. നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള പ്രമുഖരായ കുറെ ഡോക്ടർമാര് അവിടെ വരികയും അതിൽ പ്രമുഖരായ ചിലരെയൊക്കെ ആദരിക്കുകയും ചെയ്തു കേരളമതിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനോടൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചത്. എങ്കിൽ പോലും ഇതിന് മുഖ്യ പ്രഭാഷണം നടത്താനും ആശംസ അർപ്പിക്കുവാനും ഒക്കെ ഇതിന്റെ സംഘാടകരുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ നഴ്സുമാരുടെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. യഥാർത്ഥത്തിൽ 4 രോഗികൾക്ക് ഒരു നഴ്സാണ് വേണ്ടുന്നത്. ഇന്ന് താലൂക്ക് ആശുപത്രികളിൽ ചെന്നാൽ ഒരു 60-70 രോഗികൾക്ക് ഒരു നഴ്സേ ഉള്ളൂ. മെഡിക്കൽ കോളേജിലേക്ക് ചെന്നാലോ അവിടെ ഏതാണ്ട് 150 രോഗികൾക്ക് ഒരു നഴ്സേ ഉള്ളൂ. അപ്പൊ അവരുടെ ത്യാഗം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇല്ലേ? അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അപ്പൊ എല്ലാവരെയും ശുശ്രൂഷിക്കാൻ സന്നദ്ധരായിട്ടുള്ളവരാണ് ഈ നഴ്സുമാര്. അപ്പൊ അവരെ ശാക്തീകരിച്ച് മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുകയാണ് അവരെ ആദരിക്കുന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്തായാലും ഈ നിങ്ങളുടെ ഈ ഹോമിയോപ്പതിയുടെ ആരാധകരും അഭ്യുദയകാംക്ഷികളും പ്രചാരകരുമായിട്ടുള്ള നിങ്ങൾ ഈ നഴ്സസ് ദിനം ആചരിക്കുന്നത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്.
വിദേശ രാജ്യങ്ങളിലും എല്ലാം കേരളത്തിലുള്ള നഴ്സുമാർക്കാണ് പ്രാധാന്യമുള്ളത്. കാര്യം ഇവിടുത്തെ പഠന രീതികളും അതേപോലെ ഇവിടെയുള്ള അവർക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസും വിലമതിക്കാത്തതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്കാണ് വിദേശങ്ങളിൽ അവർക്ക് വളരെ പ്രിയമാണ് അവരെ. അപ്പൊ അങ്ങനെ സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ മറന്ന് ലോകത്തുള്ള എല്ലാ ആളുകളെയും ശുശ്രൂഷിക്കാനും സ്നേഹം നൽകാനും ഒക്കെ ആയിട്ട് ജീവിതം തന്നെ മാറ്റിവെക്കുന്നവരാണ് ഈ നഴ്സുമാര്. അപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നഴ്സുമാരുടെ ഈ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തന്നെ പലതും കേട്ടിട്ടുണ്ട്. അതൊന്നും വിവരിക്കുന്നില്ല. എന്തായാലും ഞാനിവിടെ പ്രഭാഷണം നടത്താൻ കൂടുതൽ ആളുകളുണ്ട്, അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിൽ പോലും അപ്പോൾ ഈ നഴ്സുമാരെ ശാക്തീകരിക്കുന്നതിലൂടെ മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുകയാണ് ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ നഴ്സസ് ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു. അതാണ് ഇന്നത്തെ ഈ 2026 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോ എന്തായാലും ഒരു സെമിനാർ നടത്തുന്നു. എന്റെ മുഖ്യ പ്രഭാഷണം എന്നുണ്ട്. പിന്നെ കുറെ ആശംസകൾ അർപ്പിക്കുവാനൊക്കെ ആളുകളുണ്ട്. അപ്പൊ ഞാൻ കാട് കയറി ഒന്നും സംസാരിക്കുന്നില്ല. വളരെ സന്തോഷത്തോടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. ചെങ്ങമ്പുഴ എഴുതിയ പോലെ അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിവോൻ എന്നുള്ളതാണ് പലപ്പോഴും നഴ്സുമാരുടെ അവസ്ഥ. എന്തായാലും ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ശ്രീമതി കല ആദരവ് ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ രാത്രി 9:30 അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് USA ഏകദേശം 12 noon ആണ്, ഉച്ചയായിരിക്കണം. അപ്പം അതുകൊണ്ട് ജോലിയുടെ ഇടയിൽ നിന്നാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. പക്ഷേ ഐ എം എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി ഡിലൈറ്റഡ് ടു ബി ദ പാർട്ട് ഓഫ് this event. And also thank you for inviting me. Especially I would like to thank Dr. Salim Kumar to be the part of this program. And അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും May 12th അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുകയാണ്. We are celebrating and honoring nurses for their kindness, caring and achievements. നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ ബാക്ക് ബോണായിട്ട് നിന്ന് കരുതലിൻ്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിൻ്റെയും പര്യായമായ നമ്മുടെ മാലാഖമാരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. May 12th എല്ലാ വർഷവും ഈ ദിവസം ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് May 12th? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമാണ് May 12th. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്ത് വിപ്ലവകരമായ പല മാറ്റത്തിനും കാരണക്കാരിയായ ഒരു വ്യക്തിത്വമായിരുന്നു. ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1953 ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ഈ ഒരു ആശയവുമായി മുന്നോട്ട് വന്നത്. അതിനുശേഷം 1974 ഒഫീഷ്യലി May 12th ഈ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി അടയാളപ്പെട്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ നഴ്സസിന് നിരവധി പുരസ്കാരങ്ങൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, വിദ്യാഭ്യാസപരമായ നടപടികൾ, അങ്ങനെ പല ഉദ്ധാനങ്ങളും വിവിധ രാജ്യങ്ങൾ നടപ്പാക്കുന്നുണ്ടായിരുന്നു. 2026 നേരത്തെ സാർ പറഞ്ഞതുപോലെ ഓരോ വർഷവും നഴ്സസ് ഡേക്ക് ഇതിനൊരു തീം കൊടുക്കുന്നുണ്ട്. ഈ വർഷത്തെ 2026
The theme of Nurses Day is Our Nurses, Our Future, Empowered Nurses Save Lives എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അതായത് ടു മാക്സിമൈസ് നഴ്സസ് ലൈഫ് സേവിങ് ഇമ്പാക്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി മസ്റ്റ് എംപവർ ദം വിത്ത് സേഫ് ഫെയർ കണ്ടീഷൻസ്, ഫുൾ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, അതോറിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ്. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നഴ്സസ് ആർ ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി വർക്ക് ഇൻ ബോത്ത് സേവിങ് ദ ലൈഫ് as well as improving the life individually as well as the entire community. ശാക്തീകരിക്കുക, അതാണ് നേരത്തെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ തന്നെ നേഴ്സ് ശാക്തീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കടമയാണ് ഇവരെ ശാക്തീകരിക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം നോ ഹെൽത്ത് കെയർ സിസ്റ്റം ക്യാൻ സർവൈവ് വിത്തൗട്ട് നഴ്സിംഗ്. ആൻഡ് ഈ സമയത്ത് ഒരാളുടെ പേര് കൂടെ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രഥമ വനിതാ നഴ്സായിട്ടുള്ള വെർജീനിയ ഹെൻഡേഴ്സൺ. ആ വ്യക്തിത്വം നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നേഴ്സിന് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും മുറിവുണക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടം തൊട്ട് അവസാന ഘട്ടം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നേഴ്സസ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് അതിൻ്റെ ആദ്യ ശ്വാസം എടുക്കുമ്പോൾ തൊട്ട് നമ്മുടെ മരണസമയത്ത് ഒരാൾ അന്ത്യശ്വാസം എടുക്കുമ്പോഴും നേഴ്സ് എന്ന് പറയുന്ന ഒരു മാലാഖ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് കരുതൽ, അതാണ് ഈ നേഴ്സസിൻ്റെ കാതലായിട്ടുള്ളത്. ഇനി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ USA-യിലാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കലാഞ്ജലി എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് നഴ്സിംഗ് അല്ല നടത്തുന്നത്, ഡാൻസ് സ്കൂളാണ് നടത്തുന്നത്. ഞാൻ നാട്ടിൽ ചങ്ങമ്പുഴയുടെ നാടായ ഇടപ്പള്ളിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ മൊബൈൽ ഒന്നുകൂടെ ഒന്ന് ഉയർത്തി വെക്കാമോ? മുഖം കാണുന്നില്ല. ആണോ? ആ, കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ്. ആ, ഓക്കെ. ഇപ്പൊ കാണാമോ? ഓക്കെ, കാണാം. ഓക്കെ, ക്യാമറ അനങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ കാണാമോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. അപ്പം അമേരിക്കയിലാണെങ്കിൽ നഴ്സസിന് ഹൈ ഡിമാൻഡാണ്. അതായത് ഇവിടെ വളരെയധികം ഒരു റെസ്പെക്റ്റഡ് ജോബാണ് നേഴ്സിംഗ് എന്നുള്ളത്. എല്ലാവരും തന്നെ വളരെ ആദരവോടുകൂടി പെരുമാറുന്ന ഒരു ഫീൽഡാണ് നേഴ്സിംഗ് ഫീൽഡ്. അപ്പോൾ ഇവിടെ അമേരിക്കയിലാണെങ്കിൽ സെവറൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു നേഴ്സിനുള്ളത്. അതായത് രജിസ്റ്റേർഡ് നേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു എക്സാം ഉണ്ട്, അത് എഴുതി ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഒരു പുതിയ മേഖലയാണ് നേഴ്സ് പ്രാക്ടീഷണർ പ്രോഗ്രാം എന്നുള്ളത്. നേഴ്സ് പ്രാക്ടീഷണേഴ്സിന് ദേ ക്യാൻ ഡയഗ്നോസ് ആൻഡ് പ്രിസ്ക്രൈബ് മെഡിക്കേഷൻ ജസ്റ്റ് ലൈക്ക് ഫിസിഷ്യൻ. പ്രാക്ടീഷണറിന് തന്നെ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഫാമിലി പ്രാക്ടീസ്, പ്രൈമറി കെയർ, എമർജൻസി മെഡിസിൻ, ജെറന്റോളജി, പീഡിയാട്രിക്സ്, സൈക്കാട്രിക്, മെൻ്റൽ ഹെൽത്ത്, നേഴ്സ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്ന നിരവധി സ്പെഷ്യാലിറ്റീസ് ആണ് ഈ നേഴ്സ് പ്രാക്ടീഷണർ പ്രോഗ്രാമിലുള്ളത്. ഈ നേഴ്സ് അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200,000-ഓളം ആനുവൽ ഇൻകം ഉള്ള ഒരു ജോബാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നേഴ്സസ് എന്നുള്ളത് നോൺ ക്ലിനിക്കൽ ഫീൽഡിൽ ആസ് വെൽ ആസ് ക്ലിനിക്കൽ ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ ഫീൽഡ് എന്ന് വെച്ചാൽ ബെഡ് സൈഡ് നഴ്സിംഗ്, ട്രാവൽ മെഡിസിൻ, അതൊക്കെയാണ് ക്ലിനിക്കൽ ഫീൽഡ്. നോൺ ക്ലിനിക്കൽ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ, ലീഗൽ കൺസൾട്ടൻസ്, നേഴ്സ് ഇൻഫർമാറ്റിക്സ്. നേഴ്സ് ഇൻഫർമാറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നഴ്സിംഗ് സയൻസിനെ ടെക്നോളജിയുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ടു മാനേജ് ഹെൽത്ത് ഡേറ്റ. പിന്നെ ധാരാളം നേഴ്സ് എൻ്റർപ്രനേഴ്സ് ലൈക്ക് ധാരാളം ബിസിനസ് ഓണേഴ്സ് ഉണ്ട് നേഴ്സസ് ആയിട്ട്. ഇവിടെ ധാരാളം നേഴ്സ് റൺ ക്ലിനിക്സ് ഉണ്ട്. വിത്തൗട്ട് ഫിസിഷ്യൻ ദേ ക്യാൻ റൺ എ ക്ലിനിക്. പിന്നെ ലീഗൽ നേഴ്സ് കൺസൾട്ടൻസ്, ഫോറൻസിക് നേഴ്സസ്, ടെലഫോൺ, ട്രയാജ്, വിർച്വൽ നഴ്സിംഗ് എന്ന് വേണ്ട നിരവധി
മേഖലകളിലാണ് ഈ നേഴ്സസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി 2026-ൽ നേരത്തെ പറഞ്ഞതുപോലെ നേഴ്സിംഗ് ഫേസസ് structural shortage with the projected approximately 8% of national shortage of RN in USA. ഇപ്പോൾ ഏകദേശം 43% of nurses are leaving bedside nursing to go to other opportunities, and ശതമാനത്തോളം nurses are leaving the nursing profession itself because of burnout. അത്രയ്ക്ക് കഷ്ടപ്പാടേറിയ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് ഇവിടെ. ഇവിടെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയാൽ വെറുതെ ഇരിക്കുന്ന ഒരു നഴ്സസിനെയും കാണുകയില്ല. ഡേ ആയാലും നൈറ്റ് ഷിഫ്റ്റ് ആയാലും ഏത് ഷിഫ്റ്റ് ആയാലും വളരെ കരുതലോടെ ഓടി ഓടി നടക്കുന്ന ഒരു നഴ്സിനെയാണ് നിങ്ങൾ കാണുന്നത്. വളരെയധികം നല്ല കസ്റ്റമർ കെയർ ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഈ എംപ്ലോയ്മെന്റ് ഓഫ് RNs പ്രൊജക്റ്റഡ് ടു ഗ്രോ ബൈ 5% ഫ്രം 2024 to 2034. ആ ഗ്രോത്ത് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ അഡ്വാൻസ് പ്രാക്ടീസ് നഴ്സിംഗിന്റെ നീഡ് 35% കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വർഷവും ഏകദേശം 200,000 ന്യൂ നഴ്സിംഗ് ഓപ്പണിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അക്കോർഡിംഗ് ടു ദ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അമേരിക്കയിലാണെങ്കിൽ ഈ ഫിസിഷ്യൻസ് ഏറ അത് പതുക്കെ മാറി ഇപ്പോൾ വന്നിരിക്കുന്നത് നഴ്സ് പ്രാക്ടീഷണർ ഏറയാണ്. അതായത് ഹോസ്പിറ്റൽസ് എല്ലാം നഴ്സ് പ്രാക്ടീഷണേഴ്സിനെ ഹയർ ചെയ്യാനാണ് മോർ പോസിബിലിറ്റീസ്. കാരണം ഫിസിഷ്യൻസിന് പേ ചെയ്യുന്നതിനേക്കാൾ വളരെ കുറവാണ് നഴ്സ് പ്രാക്ടീഷണേഴ്സിന് പേ ചെയ്യേണ്ടത്. അവരെ പോലെ തന്നെ സെയിം റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ളത്. പിന്നെ ഇനി ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പണ്ടത്തെ നഴ്സിംഗ്, ഇപ്പോഴത്തെ നഴ്സിംഗ്. ഇനി ഫ്യൂച്ചർ ഓഫ് നഴ്സിംഗ് നിങ്ങൾക്കറിയാം, there will be a shift in patient care models. അതിങ്ങനെ ഓരോ വർഷവും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ടെക്നോളജിയും നവോത്ഥാനവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ there will be increased focus on preventive care and community based nursing. ഇപ്പോൾ നമ്മൾ പ്രിവെന്റീവ് കെയറിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് ടെലി ഹെൽത്ത് ആൻഡ് വിർച്വൽ കെയർ, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിലാണ് സാധാരണയായിട്ട് ഇത് ടെലി ഹെൽത്ത് ഡെവലപ്പ് ചെയ്തത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോർ പേഴ്സണലൈസ്ഡ് കെയർ. പിന്നെ ഉള്ളത് മോർ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്റഗ്രേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അഡോപ്ഷൻ ഓഫ് റോബോട്ടിക്സ് ലൈക്ക് റോബോട്ട്സ്, ലൈക്ക് ഫ്യൂച്ചറിൽ റോബോട്ട്സ് ഒക്കെയാണ് സർജറി ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓൾറെഡി പല ഹോസ്പിറ്റലുകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിംഗ് സിസ്റ്റം. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ ഡോക്യുമെന്റേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്യൂ ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യേണ്ട അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ഡിമാൻഡ് ഇൻ ഡിഗ്രീസ്, ലൈക്ക് ഇവിടെ പല സ്പെഷ്യാലിറ്റിയിലും അവർ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ധാരാളം നേഴ്സസ് മാസ്റ്റേഴ്സ് എടുക്കുവാനും ഡോക്ടറേറ്റ് ഇൻ നഴ്സിംഗ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് നീങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സിംഗ് കരിക്കുലത്തിൽ ഈ ടെക്നോളജി ഒരു സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഈ ടെക്നോളജിയിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിംഗ് എന്ന സിസ്റ്റത്തിലാണ് ഡോക്യുമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും അവൈലബിൾ ആണ്. ഈവൻ നേഴ്സസ് ഇവര് ഇൻപുട്ട് ചെയ്യുന്ന ഈ റെക്കോർഡ്സ് പേഷ്യൻസിന് വരെ അവൈലബിൾ ആണ്. ദർ വിൽ ബി ലൈക്ക് എ പേഷ്യന്റ് പോർട്ടൽ. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ അഡ്മിഷനെ കുറിച്ചും അവർക്ക് എന്തൊക്കെ കെയർ ആണ് കിട്ടിയത്, അവരുടെ ഡിസ്ചാർജ് സമ്മറി, അങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് ഡീറ്റെയിൽസും അവർക്ക് കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് ആഡിങ് അഡ്വാൻസ്മെന്റ് ഇൻ ലീഗൽ നഴ്സിംഗ്
പോളിസി മേക്കിംഗ് ആസ് വെൽ ആസ് ഇന്നൊവേഷൻസ്. അങ്ങനെ പറയുകയാണെങ്കിൽ നേഴ്സിംഗ് രംഗത്ത് നിരവധി ഓപ്പർച്യൂണിറ്റികളും പല മേഖലകളിലേക്കുമാണ് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലോകത്തെമ്പാടുമുള്ള നഴ്സസ്മാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതും അവരുടെ പ്രൊഫഷനെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നതുമായ ഒരു ദിനമാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ. അതൊരു നഴ്സസ് വീക്കായിട്ട് തന്നെയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. മെയ് 6 തൊട്ട് മെയ് 12 വരെ നഴ്സസ് വീക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അന്ന് അവർ നിരവധി പ്രോഗ്രാംസ് എല്ലാം നഴ്സസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് നേരെയുള്ള ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഇത് മാത്രമല്ല, നഴ്സസിനെതിരായിട്ട് പല അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവരുടെ സേവനങ്ങളെ ആദരിക്കേണ്ടതും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ്. ഈ അവസരത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നഴ്സിംഗ് ഇന്റർനാഷണൽ ഡേ ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു. വളരെ നന്ദി മാഡം. തിരക്കിനിടയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ചു. അമേരിക്കയിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തു. അതോടൊപ്പം പറയുകയുണ്ടായി നഴ്സസ് പ്രൊഫഷൻ നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഒരുപാട് പേര് പ്രൊഫഷൻ വിട്ടുപോകുന്നു പറയുകയുണ്ടായി. അതുപോലെ തന്നെ നഴ്സ് പ്രാക്ടീഷണർ എന്നൊരു ആശയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ധാരാളം പേര് MBBS കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ പല സ്വകാര്യ ആശുപത്രിക്കാരും ഈ ഒരു മേഖലയ്ക്ക് തിരിയാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ റോബോട്ടിക്സ് വരുമ്പോഴത്തേക്ക് ഈ പ്രൊഫഷണൽ എന്താ പറയുക സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോമിയോപ്പതി കൂടുതൽ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നഴ്സന്മാരുടെ പ്രൊസീജിയറും ഒരുപാട് രോഗിയുടെ സഫറിങ്ങും ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിൽ ഇഫക്റ്റീവായിട്ട് ഇതിനകത്തൊരു ഇന്റർവെൻഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പങ്കെടുത്തതിൽ നന്ദി. മാത്രമല്ല വലിയ സംഘടനയുടെ തലപ്പത്തേക്ക് വ്യക്തി നിലയിൽ വളരെ ഈ പറഞ്ഞ പ്രമാണത്തിൽ അതിൽ വ്യക്തതയുണ്ട്. കാരണം വളരെ ക്രിസ്പായിട്ടും ക്ലിയർ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ സന്തോഷം. ഇനി ആശംസകൾക്കുള്ള നേരമാണ്. മാഡത്തിന് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാഡത്തിന് ഇഷ്ടം പോലെ ചെയ്യാം. തുടരണമെന്നാണ് IFBHന്റെ ആഗ്രഹം. മാഡത്തിന് സൗകര്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഹോമിയോപ്പതിയോ ആയുർവേദമോ അപ്രൂവ്ഡ് അല്ല. അപ്പൊ അതുകൂടി നമുക്ക് കുറച്ച് ഈ ലീഗൽ സിസ്റ്റത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്തി അതുകൂടെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളൊരു നീക്കം തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ധാരാളം പേര് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ ഹോമിയോപ്പതി ഡോക്ടർമാർ. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള പലരും ഉണ്ട്. വിദേശത്ത് ഡോക്ടർമാർ ധാരാളം. ഒരു സമയത്ത് മനുവേ ഒരു സമയത്ത് അമേരിക്കയിലെ സ്റ്റേറ്റ് ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതി ആയിരുന്നു. അതെ, സ്റ്റേറ്റ് ട്രീറ്റ്മെന്റ് അമേരിക്കയിലെ ഔദ്യോഗിക ചികിത്സാ രീതി ഹോമിയോപ്പതി ആയിരുന്നു. 10-12 വർഷം വരയ്ക്കും. പിന്നെ അത് അവർക്ക് ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഇല്ലാത്തതിന്റെ പേരില് അടച്ചു പൊടിക്കുക. നമുക്ക് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇതായിരുന്ന അവസ്ഥ. അത് മാറി. ഇനിയും കാലം പിന്നെയും ഉരുളും, വീണ്ടും തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആശംസകളിലേക്ക് കടക്കാം. നാരായണ പണ്ടാല സാർ ക്ഷണിക്കും. സാർ പ്ലീസ്. നാരായണ പണ്ടാല സാർ ഉണ്ടോ? സാറേ. അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? ഇത് ഫോണിൽ സാറിന്റെ പേരല്ല, സാംസങ് എന്നാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റും. സാറേ കേൾക്കാം സാറേ, കേൾക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാരണം ഞാൻ ഹോമിയോപ്പതിയുടെ ഒരു ശരിക്കും ഒരു ആരാധകൻ കൂടിയാണ്, അല്ലെങ്കിൽ ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മെയ് 12 ലോക നേഴ്സസ് ദിനമായിട്ട് ആചരിക്കുന്നതിനൊരു കാരണം, അത് എനിക്ക് മുമ്പ് പറഞ്ഞ മാഡം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ക്രിമിയൻ യുദ്ധകാലത്ത് നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗൽ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ അതേറെ ശ്ലാഘനീയമായിരുന്നു. ആ ഓർമ്മയ്ക്ക് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനം പ്രമാണിച്ചാണ് നമ്മൾ വേൾഡ് നേഴ്സസ് ഡേ അല്ലെങ്കിൽ ആ നേഴ്സിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഭൂമിയിലെ മാലാഖമാർ തന്നെയാണ് അവർ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഞാൻ ഈ സർവീസ് രംഗത്ത് ഏകദേശം ഒരു 30 വർഷത്തോളം ഞാൻ ഈ കാലയളവിൽ ഞാൻ വിവിധ സർവീസ് മേഖലകളിൽ പ്രവർത്തിച്ച മനുഷ്യനാണ്. അപ്പോൾ എനിക്കറിയാം. അപ്പം ഒരുപാട് നേഴ്സുമാരുടെ പല പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആരോഗ്യ സംരക്ഷണ രംഗത്തിന്റെ ഒരു ഹൃദയമിടിപ്പാണ് നഴ്സുമാർ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ നഴ്സുമാരുടെ ഈ പങ്കെന്ന് പറയുന്ന ചികിത്സയ്ക്കും അപ്പുറമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു രോഗിയെ മാനസികമായും ശാരീരികമായും കരുത്തുറ്റതാക്കുന്നത് നഴ്സുമാരാണ്. ഇനി നമ്മുടെ നാട്ടില് ഈ രോഗാവസ്ഥയിലുള്ളവരുടെ എണ്ണം കൂടുതലാണ്, പൊതുവെ നമ്മുടെ പോപ്പുലേഷൻ കൂടുതലാണ്. പക്ഷെ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ്, അത് നമ്മളുടെ ഉദ്ഘാടന പ്രാസംഗികൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 4 രോഗികൾക്ക് ഒരു നേഴ്സ് എന്ന് പറയുമ്പം ഈ മെഡിക്കൽ കോളേജിൽ 4000 രോഗികൾക്കായിരിക്കും മിക്കവാറും ഒരു നേഴ്സ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ്. ഇതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഇപ്പം നമ്മുടെ നേരത്തെ കലാ മാഡം പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് ഒരുപാട് നമ്മുടെ നേഴ്സുമാർ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് പ്രവർത്തിക്കുന്നു. അപ്പൊ ആ പ്രവർത്തിക്കുമ്പോൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് നമ്മളുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു എന്താ പറയുക GDP തന്നെ കൂടുന്നതിനും അത് സഹായകരമാവുന്നുണ്ട്. അത് മറ്റൊരു പ്രവർത്തനമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ഇവർ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളിലെ സാഹചര്യങ്ങളിൽ അവർ നൽകുന്ന സേവനം എന്ന് പറയുന്നത് വളരെ അസാധാരണമായ ഒരു സേവനമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് മെച്ചപ്പെട്ട വേതനങ്ങൾ കൊടുക്കണം, അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ഈ നേഴ്സസ് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലായി അവരെ ശാക്തീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിലാണ്. നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്. മാത്രമല്ല, നേഴ്സുമാർക്ക് ലഭിക്കേണ്ട ഒരുപാട് അംഗീകാരം, സുരക്ഷിതമായ ജോലി പരിസരം, പിന്നെ പ്രൊഫഷണൽ സ്വാതന്ത്ര്യം, ഇതെല്ലാം ഈ കാലത്ത് പ്രസക്തമാണ്. കാരണം നഴ്സുമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഞാൻ ഈ ലീഗൽ സൈഡിൽ നിൽക്കുന്നതായതുകൊണ്ട് എനിക്ക് വളരെ നല്ലവണ്ണം അറിയാം. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് വിനിയോഗിച്ചാൽ നമ്മളുടെ ആരോഗ്യരംഗം കൂടുതൽ ഫലപ്രദമാകും എന്ന് മാത്രമല്ല, നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ രോഗികൾക്ക് സാന്ത്വനം പകരുക. അതുപോലെ തന്നെ ഓരോ രോഗാവസ്ഥ എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ഒരു കാലത്ത് നമ്മളെല്ലാം ഒരു രോഗാവസ്ഥയിലാണ്. ഇപ്പൊ ആ മാഡം പറഞ്ഞതുപോലെ ജനിച്ച് ആദ്യ ശ്വാസം നമ്മൾ എടുക്കുമ്പോൾ മുതൽ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഈ പറയുന്നത് പോലെ ഒരു നഴ്സിന്റെ അല്ലെങ്കിൽ അവരെ നിർവഹിക്കുന്ന കടമ എന്ന് പറയുന്നത് വളരെ 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 നമ്മളെ വിലമതിക്കുന്നതാണ്. ശരിക്കും അവരെ ആദരിക്കണം, അവരുടെ ശബ്ദം കേൾക്കണം, അവരെ ശക്തിപ്പെടുത്തണം എന്നതും ശക്തമായ ഒരു ആരോഗ്യ രംഗം അല്ലെങ്കിൽ ആ ആരോഗ്യകരമായ ഒരു ഭാവിയുടെ അടിത്തറ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഭൂമിയിലെ മാലാഖമാരെ അവരെ എംപവർ ചെയ്യണം. എനിക്ക് തോന്നുന്നു മനോജ് ഡോക്ടർക്ക് അറിയാം, ഞാൻ എൻ്റെ റിസർച്ച് വിമൺ എംപവർമെന്റുമായിട്ട് റിലേറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ്. അതിൽ ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ നഴ്സിംഗ് ദിനത്തിൽ നഴ്സുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ ഏറെ വിലമതിക്കുന്നതുമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അവസരത്തിൽ എല്ലാ നഴ്സുമാർക്കും എൻ്റെ ആശംസകൾ. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ശിരസ് നമിച്ച് അവരെ അത് ശ്ലാഘനീയമായിട്ട് ഞാൻ കാണുകയാണ്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ച മനോജ് ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഫ്രറ്റേണിറ്റിയിലെ ധനേഷ് ഡോക്ടർ, എല്ലാം ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വളരെ നന്ദി സാർ. ഇപ്പോഴും പഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അടുത്തതിന് കോർപ്പറേറ്റ് CSR ഫണ്ടിനെ കുറിച്ച് സാർ പഠിക്കാൻ പോവുകയാണ്. ഇപ്പം മാസ്റ്റർ ബിസിനസ് ലോ കഴിഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന പണ്ടാല സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അടുത്ത ഡോക്ടർ മനു വർഗീസ് ആണ്. മനു വർഗീസ് ഡോക്ടർക്കും നഴ്സിംഗുമായിട്ടൊരു പാരമ്പര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മനു വർഗീസ് ഡോക്ടറെ പ്ലീസ്. ലോകമെമ്പാടും നഴ്സുമാർക്കായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ദിവസത്തിൽ എല്ലാ നഴ്സുമാർക്കും യൂണിറ്റിന്റെ ഹൃദയമായ നഴ്സ് ദിനാശംസകൾ. നമുക്ക് നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ പോലെ തന്നെയാണ് വിളക്കേന്ത്യ വനിത ആ ഒരു കാലത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ കാലത്തിൽ നിന്ന് ഒത്തിരി മുന്നോട്ട് നീങ്ങി നഴ്സിംഗ് രംഗം തന്നെ. ഇന്ന് നമ്മൾ നഴ്സിംഗ് രംഗത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിച്ചു, ഒത്തിരി ഓട്ടോമേഷൻ വന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്, അവരുടെ ജോലിയിൽ തന്നെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഏറ്റവും കാര്യമായി മനസ്സിലാക്കേണ്ടത് ഒരു ടീം വർക്കാണ്. നമ്മൾ ആരോഗ്യരംഗത്ത് ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാലോ, ഒരു നഴ്സ് മാത്രം വിചാരിച്ചാലോ, ഒരു ഫാർമസിസ്റ്റ് മാത്രം വിചാരിച്ചാലോ എല്ലാ കാര്യം നടക്കുക. നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക. ഈയിടയ്ക്ക് ഞങ്ങൾ KGHMOയുടെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഈ ആരോഗ്യരംഗത്തുള്ള എല്ലാവരെയും വിളിച്ചിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും ചോദിച്ചു, ഡോക്ടർമാർ റിട്ടയർമെന്റ് ഫംഗ്ഷൻ എന്തിനാണ് നഴ്സിനെയും അങ്ങനെയൊക്കെയുള്ള വിളിക്കുന്നത്, ഫാർമസിസ്റ്റുകളെ വിളിക്കേണ്ടതാണ്? ശരിക്കും നമ്മളായിട്ട് ഇരുന്നത് ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ്. ഒരു ടീം വർക്കാണ്.
ഇവർ പറയാറുണ്ട്, നമ്മളൊരു ആരോഗ്യരംഗത്ത് ഡോക്ടർ ഒരു ആർക്കിടെക്ട് ആണെങ്കിൽ നേഴ്സ് ഒരു ബിൽഡറാണ്. നമ്മളൊരു ഡോക്ടർ ഒരു ബ്രെയിൻ ആണെങ്കിൽ നേഴ്സ് ഒരു ഹാർട്ടാണ്. ഇതൊന്നും ഇല്ലാതെ ഒന്നും സാധനം വർക്കൗട്ട് ആവത്തില്ല. നമ്മുടെ ഒരു ടീം വർക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസെപ്റ്റ്. ആ ടീം വർക്കിനാണ് ഒരു നേഴ്സ് നിലയിൽ നമ്മൾ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കാലഘട്ടം എത്തിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നേഴ്സ് ദിനത്തിൽ ഞങ്ങളെ വിളിച്ചതിലും മനോജ് ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇതിനകത്ത് പറയാൻ 2-3 കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ നഴ്സിംഗ് ബാക്ക് ടു ലൈഫ് എന്നാണ് നമ്മൾ പറയുന്നത്, ഡോക്ടറിങ് ബാക്ക് ടു ലൈഫ് എന്നല്ല പറയുക. അർത്ഥങ്ങൾ തന്നെ വ്യത്യാസമുണ്ട്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രസക്തമായ കാര്യമാണ്, ജനിക്കുമ്പോൾ അടുത്ത നേഴ്സാണ്, മരിക്കുമ്പോഴും മിക്കവാറും അടുത്ത നേഴ്സ് തന്നെ ഉണ്ടാവും. ആ ഒരു ടച്ച് നമ്മൾ 88% ക്ലിനിക്കൽ കെയറിൽ നേഴ്സ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന രോഗികളുടെ അടുത്ത് നിൽക്കുന്ന 88%, അത്രയൊന്നും ഡോക്ടർമാരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവില്ല. അത്രയും അടുത്ത് നിൽക്കുന്ന അവർ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു അഡ്വക്കേറ്റ് ആണ്. നേരത്തെ പണ്ടാല സാർ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ആലോചിക്കുന്നത്, നേഴ്സ് ഒരു അഡ്വക്കേറ്റ് ആണോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ് കലാ മാഡം പറഞ്ഞിട്ട് അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഫോറൻസിക് നഴ്സിംഗ് വന്നു, ഇങ്ങനെ ഒരു വന്നിരുന്നു. ഇതുപോലെ ശരിക്ക് രോഗികളുടെ പല കാര്യങ്ങളും ഡോക്ടറെ ഇയാൾക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് സൂചിപ്പിക്കുകയും അവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നതും പലപ്പോൾ നഴ്സുമാരാണ്. ഡോക്ടറുടെ റൗണ്ട്സ് വരുമ്പോൾ തിരിച്ച് ഡോക്ടറുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ രോഗിക്ക് മനസ്സിലാവുക എന്താണ് ഡോക്ടറെ ചോദിക്കുന്നത് നേഴ്സിനോടാണ്. ആക്ച്വലി ശരിക്കും അവിടെ കൗൺസിലിംഗ് നടക്കുന്നത് കൗൺസിലർ കൂടാണ് നേഴ്സ്. ഇങ്ങനെ പല പല റൂൾസ് ആണ് അവർ നേഴ്സ് ചെയ്യുന്നത്. മറ്റത് നമ്മൾ വെറുതെ ഒരു മരുന്ന് കൊടുക്കുകയോ സാന്ത്വനം ചെയ്യുകയോ മാത്രമല്ല നേഴ്സ് ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒത്തിരി മുന്നോട്ട് നീങ്ങി. ഇപ്പൊ ഓട്ടോമേഷൻ വരുമ്പോൾ ഇനി ഡോക്ടറും ഇല്ല നേഴ്സും ഇല്ലാത്ത ഒരു കാലഘട്ടം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇല്ലാത്ത കാലം എന്ന് വരുന്ന പോലെ നേഴ്സും ഡോക്ടറും ഇല്ലാത്ത ഒരു ആരോഗ്യ ആശുപത്രിയൊക്കെ ഉണ്ടാവുമായിരിക്കും. എല്ലാ റോബോട്ടുകൾ ഉണ്ടാവുന്ന AI വരുന്ന ആശുപത്രി ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു എന്താണ് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പണ്ടത്തെ കൺസെപ്റ്റ് ലേഡീസ് മാത്രമായിരുന്നു, പിന്നാണ് മെയിൽ നഴ്സിംഗ് വരുന്നത്. ഇപ്പം ഇതെല്ലാ കാര്യങ്ങളും വരുമ്പോൾ നമുക്കൊരു വലിയൊരു ഒരു സമൂഹം തന്നെയാണ് ആ നഴ്സിംഗ് രംഗത്ത് കാണുക. അവരെല്ലാത്തിനും സ്ട്രെസ് ഒഴിവാക്കി സ്ട്രെസ്സുകളെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് നിന്ന് ആൾക്കാരെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഉൾവിളി എന്ന പോലെ ഡോക്ടർ പ്രൊഫഷൻസ് പറയാറുള്ള ഒരു കോളിംഗ് ആണെന്ന് പറയും, ഒരു വിളിയാണ്. അതുപോലെ തന്നെയാണ് നഴ്സിംഗിന്റെ ഇതും. ആ ഒരു വിളിക്ക് പകരം അത് വല്ലാതെ സാലറിയും ഇത് വെച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അതൊക്കെ വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ ഉൾവിളി ഉണ്ടെങ്കിലേ ആ ഒരു ജീവനുള്ളൂ. ഈ നഴ്സിംഗ് ബാക്ക് ടു ലൈഫ് എന്നുള്ള സാധനം, ഈ ലൈഫാണ് അതിന്റെ ഇടയിൽ നിൽക്കുന്ന സാധനം. ആ ലൈഫിനെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് പറ്റണം. ഏത് പ്രൊഫഷൻ ആണെങ്കിലും ആ ഒരു പ്രൊഫഷൻ ഏറ്റവും വലിയ രോഗികളോട് അടുത്ത് നിൽക്കുന്ന പ്രൊഫഷനാണ് നഴ്സിംഗ്. ആ ഒരു കാര്യത്തിൽ നഴ്സുമാരെ അഭിനന്ദിക്കുന്നു. അത് ചെയ്യാൻ ഇടയാകട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ നഴ്സിംഗ് ദിനത്തിൽ ഒന്നുകൂടെ നിങ്ങൾ എല്ലാവരെയും ആശംസ അറിയിച്ചു വിടവാകുന്നു. താങ്ക് യു. ഡോക്ടറെ മനു വർഗീസ് ഡോക്ടർ നഴ്സിംഗ് ഫീൽഡിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നഴ്സിംഗ് ഫീൽഡുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ. ഡോക്ടർ അമ്മ എന്ത് ആയിരുന്നു? അല്ല AGS ഓഫീസറാണ്. ഓ ശരിക്കും തോന്നുന്നില്ല പെട്ടെന്ന് വേറെ. ഓക്കെ. എന്തായാലും ഡോക്ടർ മനു വർഗീസ് ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ അങ്ങനെ നിങ്ങളായെന്ന് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ എല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ചികിത്സയാവുള്ളൂ. കൂട്ടത്തിൽ നേഴ്സുമാരെ കുറിച്ച് ഒരു കവിതയായിട്ട് എൻ്റെ അച്ഛൻ അറിയുന്ന 2 വരിയുണ്ട്. എത്ര കേമൻ ഭിഷകർന്നാലും തത്ര നേഴ്സുകളില്ലാതെ പറ്റുമോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കിഴക്കേക്കോട്ട ഹോമിയോപ്പതി ആശുപത്രിയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഴയ ഹോമിയോപ്പതി ആശുപത്രിയിലെ നേഴ്സ് കൂടിയായ ശ്രീ ജയകൃഷ്ണനെ ആദരവോടെ ക്ഷണിക്കുന്നുണ്ടോ? ശ്രീ ജയകൃഷ്ണൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ സർ, കേൾക്കാമോ സർ? കേൾക്കാം, കാണാം. ഓക്കെ, അതെ. നമസ്കാരം. അപ്പൊ ആദ്യമേ തന്നെ IFBHന്റെ ഇങ്ങനെ വെബിനാറിൽ നഴ്സസ് ഡേ ഉൾപ്പെടുത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അതില് പങ്കെടുക്കാനായിട്ട് ഒരു അവസരം എനിക്ക് നൽകിയ ഇതിന്റെ ഭാരവാഹികൾക്കും സാറിനും എല്ലാവർക്കും നന്ദിയും ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു. ഇപ്പം ഇതിനു മുമ്പേ സൂചിപ്പിച്ചു നമ്മുടെ നഴ്സസിന്റെ റോളും സ്കോപ്പും അതുപോലെ തന്നെ നേരിടുന്ന വെല്ലുവിളികളും അങ്ങനെ നിരവധിയായുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ വെബിനാറിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം തുടക്കത്തിൽ തന്നെ ഈ നൈറ്റിംഗേലിന്റെ ഈ ക്രിമിയൻ വാറിനെ പറ്റിയും അവിടെ നടത്തിയ ഇടപെടലിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഈ ഹോമിയോപ്പതിയും അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനും തമ്മിൽ ഒരുപാട് തരത്തിലുള്ള ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരേപോലെയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതില് ഇതുകൂടെ കേൾക്കുമ്പോഴാണ് ഇപ്പം നമ്മൾക്കറിയാം ഡോക്ടർ സാമുവൽ ഹാനിമാൻ അദ്ദേഹം
ഒരു മോഡേൺ മെഡിസിനൊക്കെ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് അതിലെ ഇതില് രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് പിന്നീട് നമ്മുടെ ഹോമിയോപ്പതി രൂപീകരിക്കുകയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഫ്ലോറൻസ് നൈറ്റിംഗേളും യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആയിരുന്നു. ഒരു സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന ജോലിയാണ്. അപ്പോ ആ ജോലിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ക്രിമിനൽ വാറിൽ എത്തുന്നതും അവിടുത്തെ സൈനികർക്ക് സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളെ കണക്കെടുക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് എത്തുന്നത്. പക്ഷെ എത്തുന്ന സമയത്ത് അവിടെ കാണുന്നത് വളരെ ദാരുണമായ കാഴ്ചകളായിരുന്നു. ആ കാഴ്ചകൾ കണ്ടിട്ട് മനം നൊന്നിട്ടാണ്. അതുപോലെ തന്നെ ആ കാഴ്ചകൾ ഇപ്പൊ സാധാരണഗതി നമുക്ക് കാഴ്ച കണ്ട് അയ്യോ അത് ഭയങ്കര ദുരന്തമാണല്ലോ എന്ന് വിലപിച്ചു പോകുന്നത് മാത്രമല്ല, അവിടെ ഇടപെടുന്നുണ്ട്. അവിടെ ഈ മുറിവേറ്റ സൈനികർക്ക് മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുക, ആഹാരം കൊടുക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു വന്നപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ കൂടിയായ നൈറ്റിംഗേൾ കണ്ടുപിടിച്ചു ഈ യുദ്ധസമയത്ത് ഇത്തരം കെയറുകൾ കിട്ടുമ്പോൾ വലിയ രീതിയിൽ മരണസംഖ്യയും അതുപോലെ തന്നെ അതിന്റെ മോർബിഡിറ്റിയൊക്കെ വലിയ രീതിയിൽ വ്യത്യാസം വരുന്നതായിട്ട് കണ്ടെത്തുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇതൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ പിന്നീട് ഉയർന്നു വരികയും നഴ്സിംഗ് എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ ലോകത്തില് ആദ്യമായിട്ട് തന്നെ ഉടലെടുക്കുകയും അപ്പൊ അതിന് എല്ലാം തുടക്കം കുറിച്ചത് ഫ്ലോറൻസ് നൈറ്റിംഗേളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ജന്മദിനമായ മെയ് 12-ാം തീയതി അങ്ങനെ ലോകത്തെ എമ്പാടും നഴ്സസ് ഡേ ആചരിക്കുന്ന അത് ആഘോഷിക്കുന്ന തരത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ ഹോമിയോപ്പതിയും നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സിമിലാരിറ്റി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നഴ്സിംഗ് പ്രൊഫഷൻ ഇപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പേഷ്യൻസിനോട് എപ്പോഴും സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹോമിയോപ്പതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ പ്രത്യേകിച്ചും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വ്യക്തിക്കും ഓരോ പരിഗണനയാണ്. അപ്പം അതുപോലെ തന്നെയാണ് നഴ്സിംഗിന്റെയും കാര്യം. അതുപോലെ തന്നെ നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനിൽ ഒരു വൈറ്റൽ ഫോഴ്സിനെ എപ്പോഴും നമ്മൾ അങ്ങനെ ഉണ്ട് എന്നുള്ള സങ്കല്പം നമ്മുടെ പ്രൊഫഷനിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹോമിയോപ്പതി മേഖലയിലും. പിന്നെ അപ്പൊ ഞാൻ ഈ ഒരു സിമിലാരിറ്റി കണ്ട് കുറച്ചുകൂടി ഒന്ന് അതിനെപ്പറ്റി ഒന്ന് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ തന്നെ നഴ്സിംഗ് തിയറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെന്റൽ തിയറി എന്ന് പറഞ്ഞ ഒരു തിയറിയാണ്. ഈ തിയറി പ്രകാരം രോഗികളെ പരിചരിക്കുമ്പോൾ അവരുടെ ചുറ്റുപാടുകളും, അതായത് അവരുടെ കിടക്കുന്ന സ്ഥലമായിക്കോട്ടെ, അവിടുത്തെ വൃത്തി, അതുപോലെ തന്നെ അവരുടെ ആഹാരം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുത്തുന്ന മാറ്റങ്ങൾ ആ രോഗിയെ വലിയ രീതിയിൽ അവരുടെ രോഗം ഭേദമാവുന്നതിന് വേണ്ടി സഹായിക്കുന്നു എന്ന് ആ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു തിയറിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ സാനുവൽ ഹനുമാനും ഇതുപോലെ തന്നെ ഈ ഓർഗൻ ഓഫ് മെഡിസിനിലെ ഈ ലൈഫ് സ്റ്റൈൽ ആൻഡ് റെജിമെൻ എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു കാര്യം, ഒരു ഹീലിംഗ് ടച്ചിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വരുമ്പോ യഥാർത്ഥത്തിൽ ആ ഒരു സിമിലാരിറ്റി ഇപ്പൊ അലോപ്പതി ഒരു ഫീൽഡിലാണെങ്കിൽ നമുക്കിപ്പോ അവിടെ ഒരു ഫിസിഷ്യൻ വന്നിപ്പോ ഒരു റൗണ്ട്സ് നടത്തുമ്പോൾ പേഷ്യന്റിന്റെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് അവിടെ ഒരു ലെസ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും, എന്നാൽ ഇവിടെ പറയുമ്പോൾ അതിലൂടെ അങ്ങനെ നമ്മൾ പറയുന്ന ചില ഒബ്സർവേഷനുകളിൽ നിന്ന് ഒരു മെഡിസിനിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഒരു വലിയ പോയിന്റ് ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ അതിലൊക്കെ ഈ ഒരു ഫീൽഡിൽ ഞാൻ ഒരു BSc നഴ്സാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് മാറി നമ്മുടെ ഹോമിയോപ്പതി മേഖലയിൽ വർക്ക് ചെയ്തപ്പോഴാണ് അങ്ങനെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കുറച്ച് ഉണ്ട് എന്നുള്ളതും, നമുക്ക് കുറച്ച് റോള് ഇവിടെ നമുക്ക് രോഗികളുടെ പരിചരണത്തിന് വേണ്ടി അവരുടെ ഒരു രോഗ ഭേദമാവുന്നതിന് വേണ്ടിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നും മനസ്സിലാക്കുന്നു. പിന്നെ ഇതില് നമുക്ക് എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ ഒരു ഭാവിയിലേക്കുള്ള ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ഇപ്പം പലപ്പോഴും ഹോമിയോപ്പതി മേഖലയെ പുറമേയുള്ള ഇപ്പം മറ്റ് സംഘടനക്കാരും മറ്റും പറയുന്ന പല ഇത് അങ്ങനെ ഒരു സ്യൂഡോ സയൻസ് ആണെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊരു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആയിട്ടുകൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നഴ്സിംഗ് പ്രൊഫഷനും നമുക്ക് ഒരു പാലം പോലെ ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിലും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഡാറ്റാബേസ് ഒക്കെ ഭാവിയിൽ ഉണ്ടായി വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ നമ്മുടെ സിസ്റ്റത്തിലും ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പം ഗവൺമെന്റ് മേഖലയിലെ ഹോമിയോപ്പതി ആശുപത്രികളും ഡിസ്പെൻസറികളും പലതും NABH കായകൽപ്പ ലെവലിലേക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ആ
സ്ഥലങ്ങളിലും എല്ലാം ഇപ്പോൾ നഴ്സസിന്റെ റോള് വളരെ അധികം കൂടി വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വരുന്നത് സന്തോഷം നൽകുന്നുണ്ട്. അപ്പം ഒന്നുകൂടി ഇതിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ നഴ്സസ് നേരിടുന്ന സാമൂഹികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ സ്കോപ്പിനെ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇതിനു മുമ്പ് സംസാരിച്ചു. അതെല്ലാം കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. നന്ദി സർ. ഓക്കെ, വളരെ നന്ദി. ജയകൃഷ്ണ പ്രത്യേകതകൾ എപ്പോഴും മുഖത്തിന് ചിരി കാണും. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും ഈ ചിരിച്ച മുഖത്തിന് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ നന്ദി ജയകൃഷ്ണൻ പങ്കെടുത്തതിൽ. ഇനി ആശംസകൾ പറയാൻ താല്പര്യമുള്ള ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. ഷൈല ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? ആ, ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ നഴ്സസ് ഡേ ആചരിക്കുന്ന ദിവസം നമ്മുടെ നമ്മുടെ നാട്ടിലും വിദേശത്തും എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഒത്തിരി കഷ്ടപ്പാടും സഹനവും എല്ലാം നിലനിർത്തി പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സുമാർക്കും ഒരു നല്ല നഴ്സസ് ഡേ ദിനം ആശംസിക്കുന്നു. നഴ്സസിന്റെ കാര്യം നേരത്തെ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ പണ്ട് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. അവരെ വീട്ടിലെ കുട്ടികളെ ഒന്നും പോലും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്നും അവരുടെ സമരത്തിലൂടെയും അവരുടെ ആവശ്യങ്ങൾ കുറച്ചൊക്കെ പരിഗണിച്ച് ഇപ്പം അത്ര പ്രശ്നങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. എങ്കിലും എല്ലാ അവകാശങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും തീർത്തു പറയാൻ പറ്റില്ല. പക്ഷേ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ അവരുടെ ഷിഫ്റ്റൊക്കെ മൂന്ന് ഷിഫ്റ്റൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഡ്യൂട്ടി ടൈം. അതുപോലെ തന്നെ വേതനം നമ്മൾ അറിയാം, ഈ അടുത്ത വർഷങ്ങളിലാണ് മിനിമം വേതനം 20,000 മറ്റോ എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം അങ്ങനെ നിജപ്പെടുത്തണം എന്നുള്ള ഒരു നിയമങ്ങളും അവർക്ക് ഫേവറായിട്ടുള്ള ഒത്തിരി നിയമങ്ങളും ഒക്കെ വന്നു. അങ്ങനെ നഴ്സസിന്റെ അവകാശങ്ങൾ കുറേയൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷെ അവർ ചെയ്യുന്ന വർക്കുകളും അതുപോലെയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ അവർ ICUവിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു പേഷ്യന്റിന് വേണ്ട എല്ലാ പരിചരണങ്ങളും ഊണും ഉറക്കവും ഇല്ലാതെ അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് സ്മരിക്കാതെ വയ്യ. എന്തായാലും ഈ ഒരു നല്ല ദിനത്തിൽ ഇനിയും അവർക്ക് ഒരുപാട് ഉയർച്ചകളും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഡോക്ടർ. സേട്ടു സാറേ, ഇസ്മായിൽ സേട്ട് സാർ സംസാരിക്കാമോ? സാർ അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? സാറ് യാത്ര കഴിഞ്ഞ് വന്നതാണെന്ന് തോന്നുന്നു. മറിയാം ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? സലീംകുമാർ ഡോക്ടറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ വർത്താനം പറയുന്നില്ല. തിരക്കുള്ള ദിവസമായിരുന്നു എനിക്ക്. എന്നാലും നമ്മുടെ കോളേജിലെയും ഹോസ്പിറ്റലിലെയും വർക്ക് ചെയ്യുന്ന നഴ്സുമാരും മോശക്കാരൊന്നുമല്ല, വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട് അവരൊക്കെ. ഇപ്പം എൻ്റെ നഴ്സിനാണെങ്കിലും മിനിഞ്ഞാന്നൊരു സംഭവം ഉണ്ടായി. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അവർ മരുന്ന് കൊടുത്തിട്ട് ആ പേഷ്യൻറ്റിന് സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്നവണ്ണം എൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു, സാറേ ക്ഷമിക്കണം, ഞാൻ കൊടുത്തു. ഞാൻ തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ കൊടുത്ത മരുന്ന് കറക്റ്റായിരുന്നു. അത് ഞാൻ അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അതിൻ്റെ പേരിലാണ് കുഴപ്പം വന്നതെന്ന് വെച്ചു. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പല ശരിയാണ്, അങ്ങനെ ചെയ്യുന്ന ആളല്ല. എപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര രാത്രിയാണെങ്കിൽ എന്നെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് പകൽ എന്നെ കിട്ടിയില്ല. ഞാനന്ന് വയനാടായിരുന്നു. അങ്ങനെ എന്നെ പോകാൻ പറ്റിയ വിളിച്ചിട്ട് എന്നെ കിട്ടിയത്തെ വേണ്ടിയാണ് അവർ ചെയ്തത്. വളരെ കൃത്യമായിട്ട് മരുന്ന് കൊടുത്തു. സുഖമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഹോമിയോപ്പതിയിലെ നേഴ്സുമാരും മോശക്കാരൊന്നും അല്ലെന്ന് പറയാം. മറ്റേ BSc നേഴ്സിംഗ് ഉണ്ട്. അത്ര BSc നേഴ്സിംഗ് ഒന്നും ഹോമിയോപ്പതി ഇല്ല. അത് ആകെ 1-1.5 വർഷത്തെ ഒരു കോഴ്സ് പാസ്സായവരെ ഉള്ളൂ. എന്നാലും ഏറെക്കുറെ അവർ മനസ്സിലാക്കിയിട്ട് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ സഹായമായിട്ട്. ആ നേഴ്സസ് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് എല്ലാവിധ നന്മകളും നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്നും ഭാവിയിൽ അവർക്ക് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുകയാണ് ഞാൻ.
ഓക്കെ സാർ. ഇപ്പൊ നഴ്സിംഗ് ആണ് GNM ജയകൃഷ്ണൻ ഇപ്പോഴത്തെ എന്റെ ക്വാളിഫിക്കേഷൻ ജയകൃഷ്ണൻ ഡിപ്പാർട്ട്മെന്റില്. ജയകൃഷ്ണൻ അൺമ്യൂട്ട് സംസാരിക്കാമോ? നഴ്സിംഗിന്റെ ആ സാറേ, ജനറൽ നഴ്സിംഗ് ആണോ? അതെ, മിനിമം ക്വാളിഫിക്കേഷൻ ജനറൽ നഴ്സിംഗ് ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ അങ്ങനെയാണ് സാറേ. സാറേ പഴയ പോലെ അല്ല, ജനറൽ നഴ്സിംഗ് ഉള്ളവരാണ് ഇപ്പൊ നഴ്സുമാർ എടുക്കുന്നത്. ഓക്കെ, അറിയാം ഡോക്ടർ. എനിക്ക് നെറ്റ് പോയെന്ന് തോന്നുന്നു. ഷബീർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ആ കേൾക്കാം. കേൾക്കാം. നഴ്സസ് ഡേയില് പറയാനുള്ളത് മെയിനായിട്ടും രോഗികളുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ നഴ്സുമാരാണ്. കാരണം രോഗികള് അവരുടെ സഫറിങ്സ് തുറന്നു പറയുന്നത് യഥാർത്ഥത്തിൽ നഴ്സസ് ത്രൂ ആണ് ഡോക്ടേഴ്സ് അറിയുന്നത് എന്ന് പല സ്ഥലത്തും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും രോഗികളുമായി സഹവാസം കൂടുതലുള്ള നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന അവരുടെ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രശംസനീയമായ ഒന്ന് തന്നെയാണ്. അതിന് കുറച്ച് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും കുറച്ച് ഇത് കിട്ടുന്ന ഒരു ഫീൽഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ രോഗി പരിചരണം എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ മരുന്ന് കൊടുക്കുന്നതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. പക്ഷെ രോഗിക്ക് മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ കഴിയുന്നത് നഴ്സിംഗ് കൊണ്ടാണ്. അപ്പൊ അത് ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും വളരെ ഇതുണ്ടാകും. അങ്ങനെയുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള നഴ്സുമാരെ പോലെയല്ല, വെളി രാജ്യങ്ങളിലൊക്കെ നഴ്സുമാർക്ക് വളരെ നല്ല ഹൈ സാലറിയും നല്ല റെപ്യൂട്ടേഷനും ഒക്കെ ഉണ്ട്. ഭാവിയിൽ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവിധ ആശംസകളും കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി. ശ്രീകുമാരി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ശ്രീകുമാരി ഡോക്ടറെ, ശ്രീകുമാരി അൺമ്യൂട്ട് ചെയ്യാമോ? സലീംകുമാർ ഡോക്ടർ പുറത്തെ ഒരു ഫംഗ്ഷൻ ഒക്കെയാണെന്ന് പറഞ്ഞിരുന്നു. സലീംകുമാർ ഡോക്ടർ ഫ്രീ ആയോ? സലീംകുമാർ ഡോക്ടറെ, പലപ്പോഴും ഗസ്റ്റുകളെ കൊണ്ടുവരുന്ന സലീംകുമാർ ഡോക്ടർ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സലീംകുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ചെയ്യുന്നില്ല. ഡോക്ടർ അജിനി ഉണ്ടോ? ഡോക്ടർ അജിനി, ഡോക്ടർ അജിനി. വൈദ്യരുടെ ഡോക്ടർ ഉണ്ടല്ലോ. ഉണ്ടോ? ആ, ഉണ്ടല്ലോ. ഉണ്ട്. ഇബ്രഹാം വൈദ്യനുണ്ട്. ഇല്ല. വൈദ്യൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എബ്രഹാം വൈദ്യരുടെ ഡോക്ടർ ഉണ്ടോ? എന്നിട്ട് സംസാരിക്കാമോ ഡോക്ടറെ? കാണുന്നില്ല. ഹലോ. ആ മലയാളം. ഓക്കെ ഡോക്ടർ, കേൾക്കാം. ഓക്കെ, കേൾക്കാം. ഈ നഴ്സ് ഡേ ആഘോഷിക്കുന്നതിൽ ഡേ നമ്മൾ ആചരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സഹോദരി നഴ്സായിരുന്നു. പുള്ളിക്കാരി വർക്ക് ചെയ്ത് ജോലി ചെയ്ത് ഇപ്പോഴും പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ടുള്ള അറിവ് പലതും എനിക്ക് പോലും ഉപകാരപ്പെട്ടില്ല. അപ്പോൾ അതുപോലെ പല അറിവുകളും ഞാൻ ആന്ധ്രാപ്രദേശിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ പാമ്പുകടി ചികിത്സ ചെയ്യേണ്ടി വന്നു. ഒന്നും അറിഞ്ഞൂടാതെ ഇപ്പോൾ ജോലി ചെയ്യാൻ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് 2-3 ദിവസമായപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ കൂടെ ഡോക്ടർ ഇല്ലാത്ത ദിവസം പെട്ടെന്നൊരു മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റ് കേസ് വന്നു. ഞാൻ അവിടെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു. അപ്പം നേഴ്സ് സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഓടിപ്പാഞ്ഞു, അയ്യോ ഡോക്ടറെ ഇങ്ങനെയൊന്നും ഇത്രയൊന്നും കൊടുത്താൽ പോരാ എന്ന് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ തിയറി അറിയുന്നതിനെക്കാട്ടി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ഇതാണ്. നമുക്ക് പലപ്പോഴും
അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. പല വലിയ വലിയ ഡോക്ടർമാർ പോലും അവരെ പോലും തിരുത്താൻ നഴ്സുമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ മാത്രം, ഈ കേരളത്തിൽ മാത്രം ഇത്ര ഈഗോ ഇഷ്യൂ ഒക്കെ ഉള്ളൂ. വിദേശത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന വാക്കുകൾക്ക് വളരെ വില കൊടുക്കാറുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഞാനും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴും എല്ലാം നഴ്സുമാരുമായിട്ട് സഹവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സേവനം വളരെ വലുതാണ്. ഞാൻ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ ദിവസം അവരെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ ഇബ്രാഹിം വൈദ്യൻ. അപ്പോൾ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി വരുന്നു. ഡോക്ടർ ഹേമ നന്ദി രേഖപ്പെടുത്തുന്നത്. ഹേമ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യുമോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഭൂമിയിലെ മാലാഹമാർക്ക് നഴ്സസ് ദിന ആശംസകൾ ആശംസിക്കുന്നു. ഡോക്ടറോടൊപ്പം തന്നെ രോഗി പരിചരണത്തിൽ പങ്കുവഹിക്കുന്നവരാണ് നഴ്സുമാര്. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ വേതനങ്ങളും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടി അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടിക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ രാധാകൃഷ്ണൻ സാറിന് മാതൃഭൂമി കേരള കൗമുദി റെസിഡന്റ് എഡിറ്റർ കൊല്ലം അദ്ദേഹത്തിന് IFPHന്റെ എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അതോടൊപ്പം രോഗി പരിചരണത്തിൽ നഴ്സുമാരുടെ പങ്കിനെ കുറിച്ച് ഏറെ തിരക്കേറിയ ഷെഡ്യൂളിനിടയ്ക്കും നമുക്ക് വന്ന് പ്രഭാഷണം ചെയ്തെന്ന ശ്രീ ഡോക്ടർ കല അശോകരാജിനും എല്ലാവിധ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നാരായണ പണ്ടേല സാർ, കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു വർഗീസ് സാർ, അതോടൊപ്പം നഴ്സുമാരുടെ പ്രവൃത്തിയും നഴ്സുമാരുടെ പ്രിൻസിപ്പിൾസിനെയും ഹോമിയോപ്പതിയെ കുറിച്ചും കണക്ട് ചെയ്ത് സംസാരിച്ച നഴ്സസ് അസോസിയേഷന്റെ പ്രതിനിധി ശ്രീ ജയകൃഷ്ണൻ എന്നിവർക്കും IFPHന്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനി പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ഡോക്ടർ ധനേഷ്, അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അവരൊക്കെ IFPHന്റെ സ്ഥിരം സഹയാത്രികരാണ്, IFPHന്റെ നടത്തിപ്പുകാരാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതല്ല, എന്നാൽ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഡോക്ടർ ഷൈല, ഇസ്മയിൽ സൈഡ് സാറ്, ഡോക്ടർ ഷഫീഖ്, എബ്രഹാം വൈദ്യൻ ഡോക്ടർ എന്നിവർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ് ഏതൊരു ദിനാചരണവും ഭംഗിയായി നോട്ട് ചെയ്ത് നടത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുകയും ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഡോക്ടർ മനോജ് സാർ IFPHന്റെ പേരിൽ അറിയിക്കുകയാണ്. അത് ഈ ക്ലാസ് എല്ലാവർക്കും, ഡോക്ടർമാർക്കും സ്റ്റുഡൻസിനും ഹോമിയോപ്പതിക് സ്നേഹികളായിട്ടുള്ളവർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു. നന്ദി. അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം കൃത്യമായി നിർത്താൻ നമുക്ക് കഴിഞ്ഞു. അത് തന്നെ വലിയ നേട്ടമാണ്. കഴിഞ്ഞ ദിവസം പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി കൊട്ടാരത്തിലെ ചിട്ടയെപ്പറ്റി പറയുന്ന സമയനിഷ്ഠയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ IFPH തികച്ച് രാജകീയമായി തന്നെ പാലിക്കാൻ കഴിയുന്നുണ്ട്. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.